ഓണം കഴിഞ്ഞ് സദ്യയുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറി വരുമായിരിക്കും അല്ലേ? തിരുവനന്തപുരത്തെ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണല്ലോ ബോളിയും പാൽപ്പായസവും. എന്നാൽ നമ്മുടെ ഈ ബോളി തിരുവനന്തപുരത്ത് എങ്ങനെ എത്തി? നമുക്ക് നോക്കിയാലോ. അപ്പോൾ തിരുവനന്തപുരത്തുകാരുടെ അഹങ്കാരമായ ബോളിയുടെ കഥ പറയാൻ 18-ാം നൂറ്റാണ്ടിലേക്ക് പോകണം. അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൻ്റെ നഗരവികസനത്തിൻ്റെ ഭാഗമായി തമിഴ് തുളു ബ്രാഹ്മണരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ ബ്രാഹ്മണർ കോട്ടയ്ക്കകത്ത് രാജാവ് കൊടുത്ത സ്ഥലത്ത് അഗ്രഹാരം പണിഞ്ഞു താമസിക്കുന്നു. ഇവിടെ താമസമാക്കിയ തുളു ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി അവരുടെ പ്രാദേശിക പലഹാരമായിരുന്ന ഹോളിയെ അവരുടെ ആഘോഷങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നു. മറാഠികളായിരുന്ന തിരുവിതാംകൂർ ദിവാൻമാർക്കും അവരുടെ മറാഠി ഡെസേർട്ടായിരുന്ന പുരൺപോളിയുമായുള്ള അടുത്ത സാമ്യം കാരണം ഹോളിയെ പ്രിയപ്പെട്ടതായി. പതുക്കെ ദീവാൻ വിരുന്നുകളിലും അവരുടെ കല്യാണങ്ങൾക്കും ഹോളിയെ വിളമ്പി തുടങ്ങി. ക്രമേണ തിരുവിതാംകൂറിലെ രാജവിരുന്നുകളിലും ഹോളിയെ ഭാഗമായി തുടങ്ങി. കന്നഡ പേരായ ഹോളികയും മറാഠി പേരായ പുരൺപോളിയും പരിണമിച്ച് ബോളിയായി മാറുകയായിരുന്നു. ഇന്നിപ്പോൾ ബോളിയില്ലാത്ത സദ്യകൾ തിരുവനന്തപുരത്തില്ലല്ലോ. 20 വർഷം മുന്നേ ഒക്കെ ബോളിക്ക് പകരം പാൽപ്പായസത്തിൻ്റെ കൂടെ ബൂന്തിയും ഇവിടെ വിളമ്പിയിരുന്നു എന്നുള്ളത് കുറച്ച് പേർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ബോളി ഒരു കൾച്ചറൽ കൊളാബറേഷൻ്റെ കൂടെ സിമ്പിളാന്ന് ഇപ്പം മനസ്സിലായില്ലേ?